പ്രൈസ് ലോർഡ് മക്കളെ, ഹല്ലേലൂയ. പ്രേ ഫോർ അവർ UAE GCCയിലുള്ള എല്ലാ കൺട്രീക്കിനായും സ്തോത്രം ചെയ്യാം. ബഹ്റിനായി, മസ്കറ്റിനായി, സൗദി അറേബ്യയ്ക്കായി, UAEക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസത്തിൽ വളരെ അസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായതല്ലോ. നമുക്കെല്ലാം അറിയാം. ഞങ്ങളൊക്കെ ഒത്തിരി പേടിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ള പേടിയല്ല, ആദ്യമായിട്ട് ഇത് കാണുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോൾ എല്ലാവരും ഒന്ന് പാനിക്കാവും. അതുപോലെ തന്നെ നമ്മളും ഒന്ന് പാനിക്കായിരുന്നു. സ്തോത്രം. എങ്കിലും കർത്താവിൻ്റെ കൃപ വേഗത്തിൽ ഞങ്ങൾ റൂമിൽ അകത്തിരുന്നു. ഞാൻ ചെടികളൊക്കെ എടുത്ത് പുറത്ത് ഒന്ന് അകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ച് പുറത്ത് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര ശക്തിയിലായിരുന്നു കാറ്റുള്ളത്. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ മീറ്റിങ്ങിലിരുന്നു. മീറ്റിങ്ങിനിരിക്കുമ്പോഴൊക്കെ ഭയങ്കര സൗണ്ടാണോ, ആ സൗണ്ടെന്ന് പറഞ്ഞാൽ എന്നുള്ള ഭയങ്കരമായി ഈ കാർമേഘം വരുന്ന കണ്ടോ. ഒരു സൈഡിൽ നിന്ന് ഈ കാർമേഘം വന്നതിന് ശേഷമാണ് ആ ഭയങ്കരമായ കാറ്റും ആ ശബ്ദവും മിന്നലും ഇടിയും എല്ലാം കൂടെ വന്ന് രാത്രി മുഴുവനും ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എല്ലായിടവും ഫ്ലഡ് പോലെ ആയത്. ഇപ്പോഴും UAEയുടെ കണ്ടീഷൻ അത്ര സ്റ്റേബിളായിട്ടില്ല. പലരും ഓവർ സ്മാർട്ട് ചെയ്തു വണ്ടികളൊക്കെ ഇടയ്ക്കൂടെ കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ എല്ലാ വണ്ടിയും നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 11 വണ്ടിയോളം അവിടെ ഉണ്ട്. ആദ്യം 1, 2, 3, 4 അങ്ങനെ എല്ലാവരും കുറച്ച് എല്ലാവരും പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വ്യഗ്രതയായിരിക്കാം. അങ്ങനെ എല്ലാവരും സ്റ്റക്കായിട്ട് ഇവിടെ കിടക്കുകയാണ്. വണ്ടികളൊന്നും ഇനി വർക്കാവില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അവിടെയാണല്ലോ എല്ലാ വെയർ ഹൗസുകളും വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. എത്ര ദിവസം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം മണ്ണ് ഹാർഡായതുകൊണ്ട് വെള്ളം നാട്ടിലെ പോലെ താഴേക്ക് പോകത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് ആത്മീയനോ സകലവും ആത്മീയമായി വിവേചിക്കുന്നു. കാലാവസ്ഥകളെയും ഒക്കെയും അറിയുമ്പോൾ നമ്മളെ ദൈവം മുന്നോട്ട് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്, ഒന്ന് സ്റ്റില്ല് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആക്ട്സ് ചാപ്റ്റർ 17 അധ്യായത്തിൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയമായ അതിൻ്റെ മർമ്മം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവം ഈ പുതിയ നിയമത്തിൽ ലോകവും അതിലുണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്ക് നാഥനാകൊണ്ട് ഈ പുതിയ നിയമസഭയിൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഈ വചനം എത്ര പേരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നതെന്നറിയില്ല. ഇപ്പോഴും നമ്മൾ പള്ളികൾ ഉണ്ടാക്കാനും ബിൽഡിംഗ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഓടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് കുടിവരവ് ആവശ്യമാണ്. പക്ഷേ അവിടെയൊന്നും നമ്മുടെ മാനുഷികമായ ഒരു പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുത്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ദൈവം പ്രകാശമാണ്. ഏത് വിശ്വാസത്തിലാണെങ്കിലും പ്രകാശം കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ വെളിച്ചമാകുന്നു. പിതാവിലേക്ക് ആരെങ്കിലും അടുക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പുതിയ നിയമസഭയിൽ സ്ഥാപിക്കുള്ളൂ. കൃപായുഗത്തിൽ, ഈ അന്ത്യകാലത്തിൽ, ഇത് എൻഡ് ഓഫ് ദ വേൾഡാണ്. നമ്മളായിരിക്കുന്നത് കൃപായുഗത്തിലാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇറിറ്റേഷൻ വരുന്നത്. കാരണം ആ ഒരു സ്റ്റെപ്പാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മനുഷ്യനിലൂടെ ഇത്രയും ജനത്തെ സൃഷ്ടിച്ചു. ഇവരെല്ലാവരും എന്താണ് ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും പലരും എന്നെയും വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്കും മെസ്സേജ് ഇടാറുണ്ട്. വലിയ വലിയ ആളുകളെന്ന് വിചാരിക്കുന്നവർ, അവരൊക്കെ പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് അത് ഇത് പിന്നെ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ഓർക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ അന്ത്യകാലമാണിത്. ആരെങ്കിലും എങ്ങനെയെങ്കിലും ആ റൈറ്റ് വേയിൽ പോയി റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓരോരുത്തരുടെ ശുശ്രൂഷകളിൽ ഓരോരുത്തർ ജാഗ്രതരായിരിക്കുക. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. അവർ
ദൈവത്തെ തപ്പി നോക്കുന്നു എന്ന് വച്ച് അവരെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ തമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. ഹല്ലേലൂയ. ദൈവം അകന്നിരിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനെല്ലാം ദൈവത്തെ അറിയണമെന്നാണ്, സൃഷ്ടാവിനെ അറിയണമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം ആമേൻ ബൈബിളിൽ നോക്കുമ്പോൾ ദൈവമാണ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത്. അവൻ മനുഷ്യനെ ഓർത്ത് വിലപിച്ചൊരു സമയമുണ്ട്. എന്നാൽ നമുക്കൊരു ഭാഗ്യമുള്ളത്, നമുക്ക് നിത്യമായൊരു ഭവനം അവനുണ്ടാക്കുവാൻ പോയിരിക്കുന്നു. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. ഭൂതലത്തിലെങ്ങും ആമേൻ ദൈവത്തെ അറിയുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. ഇതിനെ പിന്നെയും പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. ചിലരങ്ങ് മാറിപ്പോയി. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവനിൽ പലരും ഉണ്ടായിരുന്നു. നമ്മളുടെ മെസ്സേജുകളൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും വിശേഷത്തെ രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴിൽ നമ്മെ കർത്താവിന്റെ യേശു എന്ന നാമം അല്ലാതെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ. അങ്ങനെയെങ്കിൽ പുതിയ സഭയിലായിരിക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളത്, നമ്മളെ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ, ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം മനുഷ്യന് തന്നുവെങ്കിൽ നാം ഇനി അടിമനുഖത്തിൽ പെട്ടുപോകരുത്. ദൈവമക്കളെന്ന് പറയുന്ന ഓരോരുത്തരോടുമുള്ള ആഹ്വാനമാണ്. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു. നമ്മൾ ഇനി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നാം അല്ല, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മൾ എന്തിനാണ് പ്രശംസിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളിലോ നമ്മുടെ ഉദ്യോഗത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വീട്ടിലോ ആണോ നമ്മൾ പ്രശംസിക്കുന്നതല്ല. ഇന്ന് ദൈവഭയം വ്യാപരിക്കട്ടെ. ദൈവമക്കളെന്ന് പറയുന്നവരൊക്കെയും കുഞ്ഞുങ്ങളെ ഓരോ പോസ്റ്റിലും ഓരോ സിറ്റുവേഷനിലും എത്തിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ക്രൂശിലല്ലാതെ പ്രശംസിക്കരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അന്നെന്നുള്ളത് മതിയെങ്കിൽ അന്നെന്നുള്ളത് വെക്കുക. ഹല്ലേലൂയ. ആമേൻ. 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് പറഞ്ഞു. 25-ാം വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ പറയുന്നു, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിൻ്റെ സമാധാനവും കരുണയും ഉണ്ടാകുമെന്നാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്കിന്ന് സമാധാനമില്ല, നമ്മൾ വേദനയിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിൻ്റെ പിതാവിനെ അനുസരിച്ച് നടക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം നമുക്ക് നേടിത്തന്ന ഈ രക്ഷയെ ഗണ്യമാക്കാതെ അലക്ഷ്യമാക്കാതെ അതിൽ തന്നെ ആശ്രയിക്കുക. നമ്മുടെ ജഡത്തെ നമ്മൾ ജയിക്കുക. ആത്മാവിനാൽ ജയിക്കുക. ഹല്ലേലൂയ. ആത്മാവിനാൽ ജഡത്തെ മോഹം നിവർത്തിക്കയില്ല. ആത്മാവിനാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. ഇന്ദ്രിയ ജയം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവിധമായ അശുദ്ധികളും മാറി ദൈവിക ഇഷ്ടത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അതിനായി ആഹ്വാനം ചെയ്യുന്നു. ഈ ഡിസാസ്റ്ററുകളും ഈ സിറ്റുവേഷനുകളും ഒക്കെ നമ്മളെ വിളിച്ചു കാണിക്കുന്നത് നമ്മുടെ മക്കളും യഥാസ്ഥാനപ്പെടണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. So God bless you everyone. Have a blessed day. Bye bye.